രാഹുൽ ഗാന്ധിക്കെതിരായി സംഘപരിവാർ ആളുകളുടെ കൂട്ടത്തിന്റെ ആക്രമണം വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അവർക്ക് വല്ലാതെ വേദനിക്കുന്നുണ്ട്. ഏറ് കൊള്ളുന്ന നായയാണല്ലോ കുരയ്ക്കുക. അപ്പോൾ അതുണ്ടാവും, അത് സാരമില്ല. അപ്പോൾ നമുക്കറിയാം അവിടെ എവിടെയോ കൊള്ളുന്നുണ്ട്, ഇവരുടെയൊക്കെ മേത്ത് എവിടെയോ കൊള്ളുന്നുണ്ട്. ശത്രു രാജ്യത്തെ നേരിടുന്ന പോലീസിനെയാണ് ഈ കുട്ടികൾക്കെതിരെ ഇറക്കിയത്. എന്നിട്ട് പിന്നെ പ്രധാനമന്ത്രി സംസ്കൃതം പറഞ്ഞിട്ട് കാര്യമല്ലോ. അതായത് ഞാൻ കുട്ടികൾക്ക് ഭാവിയെ കുറിച്ച് എനിക്ക് ആശങ്കയുണ്ട്. 35ാമത്തെ ദിവസമാണല്ലോ ആശങ്ക വരുന്നത്. നിങ്ങൾ അക്കൗണ്ടബിൾ അല്ലേ? ഈ സമരം മുഴുവൻ എന്തിനാ? ഗവൺമെന്റ് അക്കൗണ്ടബിൾ ആവണമെന്നുള്ളത്. നിങ്ങൾ വലിയ തോതിൽ ശമ്പളം വാങ്ങി പാർലമെന്റ് മെമ്പറായി മന്ത്രിയായി അവിടെ ഇരിക്കുമ്പോൾ നിങ്ങൾ ആൻസർ ചെയ്യണം. ജനങ്ങളുടെ ചോദ്യമാണ് പ്രതിപക്ഷം ചോദിക്കണേ. ഒരു മെമ്പർ പാർലമെന്റിൽ ചോദിക്കുന്നത് അയാൾ സ്വന്തം ഇഷ്ടപ്രകാരം മാത്രമല്ല, ജനങ്ങൾക്കുള്ള ചോദ്യം. പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും തയ്യാറായില്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഘമുണ്ടെങ്കിൽ അവരെ പിന്നെ ഭക്തസംഘം എന്നല്ലാണ്ട് എന്താ വിളിക്കുക? ഭക്തസംഘം എന്ന് വിളിക്കാൻ പറ്റൂ. കാരണം പാർലമെന്റ് മെമ്പർമാരല്ല, അവർക്ക് പുറത്തതൊക്കെ ചെയ്യാം, ഞാൻ സമ്മതിച്ചു. പക്ഷെ ശമ്പളം വാങ്ങി പാർലമെന്റ് മെമ്പർ എന്നുള്ള പദവി ഉപയോഗിച്ച് ഡൽഹി ക്വാർട്ടേഴ്സിൽ താമസിച്ച് അത് നാട്ടുകാരുടെ ചെലവിൽ ജീവിച്ച് പാർലമെന്റിൽ വരുമ്പോൾ ഒരു മറുപടി അതിന് പറയാൻ അവർ ബാധ്യസ്ഥരാണ്. അത് പറയാതിരുന്നാൽ അത് തെറ്റാണെന്ന് പറഞ്ഞാൽ അത് മാപ്പ് പറയാൻ പറ്റില്ല. അത് മാത്രമല്ല, അത് ന്യായീകരിക്കുന്ന ആളുകളെ അന്തർ എന്ന് തന്നെ വിളിക്കാൻ പറ്റും. കഴിഞ്ഞ ദിവസം ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരെ സഭയ്ക്കകത്തും പുറത്തും വലിയ രീതിയിലുള്ള വിമർശനമാണ് രാഹുൽ ഗാന്ധി നടത്തിയത്. പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും കമന്റുകൾ വരുന്നുണ്ടെങ്കിൽ പോലും രാഹുൽ ഗാന്ധി മാപ്പ് പറയണമെന്നതായിരുന്നു സ്പീക്കർ ആവശ്യപ്പെട്ടത്. അപ്പൊ രാഹുൽ ഗാന്ധി പറഞ്ഞു, ഞാൻ മാപ്പ് പറയാൻ BJPയോടും RSSകാരോടും ഞാൻ മാപ്പ് പറയാൻ തയ്യാറല്ല എന്ന് രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന്റെ നിലപാട് പറയുകയും ചെയ്തു. നമുക്കറിയാം, പ്രതിപക്ഷ നേതാവായതിനു ശേഷം പലപ്പോഴും രാഹുലിന്റെ സമയമായിരുന്നു എന്ന് പറയേണ്ടി വരും. പല വിഷയങ്ങളിലും മാപ്പ് പറയില്ല എന്നുള്ള നിലപാടുകൾ എടുത്തു. BJPക്ക് കേന്ദ്ര സർക്കാരിനുമെതിരെ പലപ്പോഴും നല്ല നിലപാടുകൾ എടുത്തു. വോട്ടുചോരി ആരോപണത്തിലൊക്കെ രാഹുലിനെ കേൾക്കാൻ വേണ്ടി ജനങ്ങൾ കാത്തിരുന്നു. അതേ രീതിയിലേക്ക് ഇത്രയും നാൾ രാഹുൽ എവിടെയായിരുന്നു എന്ന ചോദ്യങ്ങൾക്കിടയിലേക്ക് വീണ്ടും രാഹുലിന്റെ മൈലേജ് ഉയർത്തിയില്ലേ? തീർച്ചയായിട്ടും ഒരു പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ സഭയിലും സഭയ്ക്ക് പുറത്തും ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിൽ രാഹുൽ ഗാന്ധി വലിയൊരു വിജയമാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. രാഹുൽ ഗാന്ധിക്കെതിരായി സംഘപരിവാർ ആളുകളുടെ കൂട്ടത്തിന്റെ ആക്രമണം വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അവർക്ക് വല്ലാതെ വേദനിക്കുന്നുണ്ട്. ഏറ് കൊള്ളുന്ന നായയാണല്ലോ കുരയ്ക്കുക. അപ്പോൾ അതുണ്ടാവും, അത് സാരമില്ല. അപ്പോൾ നമുക്കറിയാം അവിടെ എവിടെയോ കൊള്ളുന്നുണ്ട്, ഇവരുടെയൊക്കെ മേത്ത് എവിടെയോ കൊള്ളുന്നുണ്ട്. മാത്രമല്ല, നേരത്തെ പറഞ്ഞ ഈ വോട്ട് ചോരി വിഷയമാണെങ്കിലും SIRന്റെ വിഷയമാണെങ്കിലും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ കുട്ടികളുടെ വിഷയമാണെങ്കിലും, കുട്ടികളുടെ സമരത്തിൽ ഞാൻ എപ്പോഴും രാഹുൽ ഗാന്ധി എടുത്ത സ്റ്റാൻഡ് വളരെ ശരിയാണെന്ന് വിചാരിക്കുന്ന ഒരാളാണ്. സമരത്തിന്റെ മുമ്പിൽ പോയി നാളാവാനല്ല രാഹുൽ ഗാന്ധി ശ്രമിച്ചത്. ആ സമരത്തെ എങ്ങനെ സപ്പോർട്ട് ചെയ്യാം എന്നുള്ളതാണ്. ആ സപ്പോർട്ട് വളരെ നന്നായി കൊടുത്തു. പാർലമെന്റ് മാർച്ചുമായി ബന്ധപ്പെട്ടുണ്ടായ അതിക്രമത്തിൽ പാർലമെന്റിനകത്ത് ഒരാഴ്ച പാർലമെന്റ് പ്രവർത്തിക്കാനേ സമ്മതിച്ചില്ല. കാരണം ഇത് ചർച്ച ചെയ്യാൻ പോലും തയ്യാറല്ല എന്ന് പറയുന്ന ഒരു പാർലമെന്റാണ്. രണ്ടാമത് പ്രധാനമന്ത്രിയുടെ വീട്ടിലേക്കുള്ള മാർച്ച്, ആ മാർച്ചിൽ രാഹുൽ ഗാന്ധിയെ മർദ്ദിക്കുന്നതോടുകൂടി ദേശീയ മാധ്യമങ്ങൾ, അന്തർദേശീയ മാധ്യമങ്ങൾ ഏറ്റെടുക്കുന്നു. കോൺഗ്രസ്സുകാർ തന്നെ മടിച്ചു നിന്ന കോൺഗ്രസ്സുകാർ തന്നെ ഈ സമരത്തിലേക്ക് ആത്മാർത്ഥമായി രംഗത്തേക്ക് വരുന്നു. അതൊക്കെ ഉണ്ട്. കാരണം കോൺഗ്രസ് ഇപ്പോഴും ഒരു ബേസിലുള്ള ഒരു പാർട്ടിയാണല്ലോ. അവരുടെ പിന്തുണ എന്ന് പറയുന്നത് നമ്മൾ കേരളത്തിൽ തന്നെ കണ്ടു, വലിയ തോതിലുള്ള പിന്തുണ. അപ്പോഴാണ് ആ സമരം വളരെ പെട്ടെന്ന് ആളുകൾ കൊണ്ടത്. അപ്പൊ തീർച്ചയായിട്ടും ഒരു സമരത്തെ പലതരത്തിൽ സഹായിക്കാം. ഗവൺമെന്റുമായിട്ടുള്ള ഒരു എൻഗേജ്മെന്റിന് നടക്കുക, പബ്ലിക്കുമായിട്ടൊരു എൻഗേജ്മെന്റ്, പാർലമെന്റിൽ ഇടപെടൽ, മാധ്യമങ്ങളിൽ ഇടപെടൽ, ഇതൊക്കെ ഉണ്ട്. രാഹുൽ ഗാന്ധിയെ പരമാവധി തകർക്കാൻ ഇവർ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പൊ രാഹുൽ ഗാന്ധിയുടെ ഒരു വാക്കാണ് ഇവരിപ്പോ വലിയ കുഴപ്പമായിട്ട് പറഞ്ഞ ഇഡിയറ്റ് എന്ന് പറയുന്ന ഒരു വാക്ക് അദ്ദേഹം ഉപയോഗിച്ചു. അത് രേഖകളിൽ കാണില്ല. അതുപോട്ടെ, പാർലമെന്റിൽ പലരും പലതും പറയും, അതൊക്കെ ഉണ്ടാവും. ഇതിനു മുമ്പ് രാഹുൽ ഗാന്ധി RSSനെ അതിനിശിതമായി വിമർശിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിട്ട് RSSനെതിരായി ഒരു മാപ്പും പറയാൻ തയ്യാറല്ല. BJPയുടെ RSSനോട് മാപ്പ് പറഞ്ഞിട്ട് പിന്നെ ഞാൻ എന്തിനാ ഇവിടെ ഇരിക്കുന്നത്? ദർ ഇസ് നത്തിങ്. അപ്പോൾ ആ അർത്ഥത്തിൽ ഇപ്പോൾ ഗാന്ധി വധവുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടായിട്ടുള്ള വിഷയങ്ങൾ നമുക്കറിയാം. അപ്പോൾ രാഹുൽ ഗാന്ധി ഇപ്പോൾ ഇവർക്കെതിരെ നിൽക്കുന്ന ആക്രമണത്തിന്റെ, കേന്ദ്ര ഗവൺമെന്റിനെതിരായ ആക്രമണത്തിന്റെ കുന്തമുനയായി മാറിയിട്ടുണ്ട്. ഒരു സംശയമില്ല സമൂഹത്തിൽ. മാത്രമല്ല, അദ്ദേഹം ഔദ്യോഗികമായി തന്നെ പ്രതിപക്ഷ നേതാവ്. ഞാൻ അതുകൊണ്ടൊരു കാര്യം, ഇതിനു മുമ്പുള്ള പോലെയല്ല. ഇപ്പോൾ പ്രതിപക്ഷ നേതാവാണ്. പ്രതിപക്ഷത്തിന് പാർലമെന്റിൽ നല്ല ശക്തിയുണ്ട്. 200, 240, 200-ൽ കൂടുതൽ അംഗങ്ങളുണ്ട്. അതുമാത്രമല്ല, പ്രതിപക്ഷ കക്ഷികൾ തമ്മിൽ പ്രത്യേകിച്ചും ഈ സമരവുമായി ബന്ധപ്പെട്ട് വലിയൊരു ഐക്യം രൂപപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെ ഗവൺമെന്റിന് വല്ലാത്ത തലവേദനയാണ്. ഇന്നലെ ഉണ്ടായ സംഭവം, അദ്ദേഹം പറഞ്ഞത്, ഞാൻ നിങ്ങൾ ഈ മന്ത്രി ഇഡിയറ്റ് എന്നല്ല വിളിച്ചത്. ഈ സഭ വളരെ നിർണായകമായ സമയത്ത് ചേരുന്ന ഒരു സഭയാണ്.
സുപ്രീം കോടതി വരെ അവിടെ നടത്തിയ അക്രമത്തിനെതിരെ അവസാനം പ്രതികരിച്ചിട്ടുണ്ട്. സുപ്രീം കോടതിക്ക് വരെ അഭിപ്രായം പറയേണ്ടി വന്നു. കാണില്ല വീഡിയോ എന്ന് പറഞ്ഞവരൊക്കെ വീഡിയോ കണ്ടു. വീഡിയോ കണ്ട് അദ്ദേഹം പറഞ്ഞു ഇത് വളരെ കൂടിയ ഒരു തരം പ്രതികരണമാണ് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്, അല്ലെങ്കിൽ അതിനുള്ള ഒരു പ്രതിപ്രവർത്തനമാണ്. അത് ആക്ഷൻ അനുസരിച്ചല്ല, അവരുടെ സമരത്തിനെ നേരിടാൻ വേണ്ടതല്ല, അതിനപ്പുറത്തേക്ക് കടന്നിട്ടുണ്ട് എന്ന് സുപ്രീം കോടതിക്ക് തന്നെ ബോധ്യം വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഒരാളെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല, ഈ കേസുമായി ബന്ധപ്പെട്ട് എല്ലാവരും വിടണം എന്ന് പറഞ്ഞിട്ട് ആരെ അറസ്റ്റ് ചെയ്ത് വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഐഷി ഘോഷ് എന്ന് പറയുന്ന ആ കുട്ടിക്ക് ജാമ്യം കിട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പ്രശ്നം എന്താ വെച്ചാൽ ഇത്രയും സംഭവങ്ങൾ ഇവിടെ നടക്കുന്നു. രാഹുൽ ഗാന്ധി തന്നെ ഒരു കുട്ടിയെ കൊണ്ടുവന്ന് ശരീരത്തിൽ മുഴുവൻ പെല്ലറ്റ് ആക്രമണമേറ്റതിന്റെ പടം കാണിക്കുന്നു. പബ്ലിക്കിന് മുഴുവൻ മനസ്സിലാവും എങ്ങനെയാണ് ഈ കുട്ടികൾക്കെതിരെ പെല്ലറ്റ് ഉപയോഗിച്ചത്, എങ്ങനെയാണ് AK-47 വരെ ഉപയോഗിക്കാൻ ഉയർത്തിക്കാട്ടി ചെയ്തത്. മാത്രമല്ല രാഹുൽ ഗാന്ധി പറഞ്ഞൊരു കാര്യം, ഈ ഉദ്യോഗസ്ഥർ ഈ സമരസ്ഥലത്ത് നിന്ന് ആക്രമണം നടത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥർ പലപ്പോഴും അമിത്ഷായെ വിളിക്കുന്നതായി പോലും ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് എന്ന് റിപ്പോർട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഇൻസ്ട്രക്ഷൻ കൂടി അനുസരിച്ചാണ് ഇവർ ചെയ്യുന്നത്. മാത്രമല്ല ഇത് ഡൽഹി പോലീസ് മാത്രമല്ല, സെൻട്രൽ പോലീസും ഉണ്ട്. സെൻട്രൽ പോലീസ് വെച്ചാൽ ശത്രു രാജ്യത്തെ നേരിടുന്ന പോലീസിനെയാണ് ഈ കുട്ടികൾക്കെതിരെ ഇറക്കിയത്. എന്നിട്ട് പിന്നെ പ്രധാനമന്ത്രി മറ്റേ സംസ്കൃതം പറഞ്ഞിട്ട് കാര്യമല്ലോ. അതായത് ഞാൻ കുട്ടികൾക്ക് ഭാവിയെ കുറിച്ച് എനിക്ക് ആശങ്കയുണ്ട്, 35ാമത്തെ ദിവസമാണല്ലോ ആശങ്ക വരുന്നത്. അപ്പോൾ പ്രശ്നം എന്താണ്? ഇവിടെ രാഹുൽ ഗാന്ധി ചോദിച്ച പ്രധാന കാര്യം, രാഹുൽ ഗാന്ധി വെക്കേഷൻ കാലത്ത് എവിടെ പോയി എന്നല്ല പറയണ്ടേ, പാർലമെന്റ് നടക്കുമ്പോൾ അമിത്ഷാ എവിടെ പോയി എന്ന ചോദ്യം. ഇത്രയും ഗൗരവതരമായ വിഷയം ഇവിടെ ചർച്ച ചെയ്യുന്നു. പോലീസ് അതിക്രമത്തെക്കുറിച്ച് സുപ്രീം കോടതിക്ക് പോലും പരാതി അല്ലെങ്കിൽ സുപ്രീം കോടതിക്ക് പോലും അഭിപ്രായമുള്ള ഒരു ഘട്ടത്തിൽ അതിന് മറുപടി പറയേണ്ട ആളാരാ? ഈ മോഡി സർക്കാരിന്റെ കാലത്ത് കണ്ടിട്ടുള്ള ഒരു കാര്യം, പാർലമെന്റിൽ എന്ത് വിഷയം ഉന്നയിച്ചാലും പാർലമെന്റിനെ ഇല്ലാതാക്കുന്ന തരത്തിൽ ഒന്നുമില്ല. പ്രധാനമന്ത്രി തന്നെ പാർലമെന്റിൽ കുറച്ച് സമയം ഉണ്ടാവും, ആഭ്യന്തരമന്ത്രി ചോദ്യം ചോദിക്കുമ്പോൾ വരില്ല, ആ ആവശ്യത്തിന് മറുപടി പറയേണ്ട സ്ഥലത്ത് അയാളെ കാണില്ല. അപ്പൊ ഇതൊക്കെ ഒരു വലിയ പ്രശ്നമാണ്. എന്തുകൊണ്ട് ആഭ്യന്തരമന്ത്രി ഇന്ന് സഭയിലില്ല? അതിനെ പിന്തുണയ്ക്കുകയും രാഹുൽ ഗാന്ധി സംസാരിക്കുമ്പോൾ, യഥാർത്ഥത്തിൽ പ്രതിപക്ഷ നേതാവ് സംസാരിക്കുമ്പോൾ, പ്രധാനമന്ത്രി സംസാരിക്കുമ്പോൾ ഒക്കെ ബാക്കിയുള്ളവർ മിണ്ടാൻ പാടില്ല. അതാണ് അതിന്റെ റൂള്. പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷത്തെ പ്രധാനമന്ത്രിയാണ്, ഈക്വൽ പദവിയാണ് അർത്ഥത്തിൽ. അതാണ് പാർലമെന്ററി ജനാധിപത്യം. ഇവർക്ക് മനസ്സിലാവുമെന്ന് അറിയില്ല. ലോകത്ത് പാർലമെന്ററി ജനാധിപത്യം ബ്രിട്ടനിലൊക്കെ പ്രതിപക്ഷ നേതാവ് എണീറ്റാൽ പ്രധാനമന്ത്രി പോലും ഇരിക്കും. പണ്ട് നെഹ്റു അങ്ങനെ ചെയ്തിട്ടുണ്ട്. AKG പാർലമെന്റിൽ എഴുന്നേറ്റാൽ നെഹ്റു ഇരിക്കും. യെസ്, AKG സ്പീക്ക് എന്ന് പറയും. രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും, പക്ഷെ പ്രതിപക്ഷ നേതാവാണ്. ഇവിടെ അങ്ങനെയല്ല. പ്രതിപക്ഷത്തെ പരിഗണിക്കാത്ത ഒരു ഗവൺമെന്റ്, പ്രതിപക്ഷ നേതാവ് ഇത്രയും ചോദ്യം ചോദിച്ചിട്ട് ഒരു മറുപടി പറയാത്ത ഗവൺമെന്റ്, അതിന് കൈയടിക്കുന്ന കുറെ ആളുകൾ നിങ്ങൾ ഭക്ത ഇഡിയറ്റുകളല്ലേ എന്ന് ചോദിച്ചാൽ അതിനൊരു തെറ്റുമില്ല. കാരണം എന്താ വെച്ചാൽ ഇത് പാർലമെന്റാണ്, ഇത് വെറുതെ വെറുതെ ചായക്കടയിൽ സംസാരമല്ല. നിങ്ങൾ അക്കൗണ്ടബിൾ അല്ലേ? ഈ സമരം മുഴുവൻ എന്തിനാ? ഗവൺമെന്റ് അക്കൗണ്ടബിൾ ആവണം എന്നുള്ളത്. നിങ്ങൾ വലിയ തോതിൽ ശമ്പളം വാങ്ങി പാർലമെന്റ് മെമ്പറായി മന്ത്രിയായി അവിടെ ഇരിക്കുമ്പോൾ നിങ്ങൾ ആൻസർ ചെയ്യണം. ജനങ്ങളുടെ ചോദ്യമാണ് പ്രതിപക്ഷം ചോദിക്കണേ. ഒരു മെമ്പർ പാർലമെന്റിൽ ചോദിക്കുന്നത് അയാൾ സ്വന്തം ഇഷ്ടപ്രകാരം മാത്രമല്ല, ജനങ്ങൾക്കുള്ള ചോദ്യങ്ങളാണ്. ആ ജനങ്ങൾക്കുള്ള ചോദ്യം ചോദിക്കുമ്പോൾ ഇയാൾ കാണാനില്ലെങ്കിൽ പിന്നെ എവിടെ പോയി എന്നാ പറയാ? അപ്പോൾ മാത്രമല്ല, ഇതിനു മുമ്പ് പപ്പു എന്നൊക്കെ എത്ര പ്രാവശ്യം ഇദ്ദേഹത്തെ വിളിച്ചിട്ടുണ്ട്. അമൂൽ ബേബി പപ്പു എന്നൊക്കെ വിളിച്ചിട്ടുണ്ട് രാഹുൽ ഗാന്ധി നേരിട്ട്. ആ ആളുകളാണ് ഇപ്പൊ പറയുന്നത് ഇത് രേഖയിൽ പറ്റില്ല, മാപ്പ് പറയണം. അത് രാഹുൽ ഗാന്ധി മാപ്പ് പറയാൻ യാതൊരു സാധ്യതയില്ല. കാരണം അദ്ദേഹത്തിന്റെ ഒരു ഇന്റഗ്രിറ്റി വെച്ച് അദ്ദേഹത്തിന് ഇതിന് മാപ്പൊന്നും പറയേണ്ട കാര്യമില്ല. മാത്രമല്ല, ഈ പ്രതിപക്ഷത്തിനെ ഒന്നിച്ചു കൊണ്ടുപോകാൻ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഈ സമരത്തിൽ. ആദ്യം ഒരു ചെറിയ ഒറ്റയ്ക്ക് പോയി കോൺഗ്രസ്, അത് കോൺഗ്രസിന് ചില ന്യായങ്ങളുണ്ട്. പിന്നെ അറിയിച്ചാൽ പോലീസ് ആദ്യമേ തടയും എന്നുള്ളതുകൊണ്ട് തീർച്ചയായിട്ടും പിന്നെ ഗാന്ധി സ്മൃതിയിലേക്ക് ഒന്നിച്ചു പോകുന്നു. ഇന്നലെ ഐഷി ഘോഷിനെ അറസ്റ്റ് ചെയ്യാൻ AKG സെന്ററിൽ ചെല്ലുമ്പോൾ അതിനെക്കുറിച്ച് ഏറ്റവും ശക്തമായി പ്രതികരിക്കുന്ന ഖാർഗെയാണ്. രാജ്യസഭയിൽ ഖാർഗെ ചോദിക്കുന്നു, നിങ്ങൾക്ക് പാർട്ടി ഓഫീസിൽ കയറാൻ എന്താ അവകാശം എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷ നേതാവാണ്. ഖാർഗെ എന്ന പ്രതിപക്ഷ നേതാവ് രാജ്യസഭയിൽ ചോദിക്കുന്നു, CPM ഇവിടെ തടയുന്നു എന്ന് പറഞ്ഞാൽ അതൊരു പ്രതിപക്ഷ ഐക്യത്തിന്റെ ഒരു പ്രത്യേക ലക്ഷണമാണ്. BJP ഡിഫെൻസീവിലാവുകയാണ്. അങ്ങനെ ഡിഫെൻസീവിലാവുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പാർലമെന്റ് നിഷ്ക്രിയമാണ്. മാത്രമല്ല, പാർലമെന്റിലെ റിപ്പോർട്ടിംഗ് നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാവുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ കണ്ടിട്ടുള്ളത്, പ്രതിപക്ഷത്തു നിന്ന് ആരെങ്കിലും സംസാരിക്കാൻ എണീറ്റാൽ ക്യാമറ ഉടനെ സ്പീക്കറുടെ അടുത്തേക്കോ ഭരണപക്ഷത്തേക്കോ പോകും, മറ്റേത് കാണില്ല, പ്രതിപക്ഷത്തെ കാണില്ല. ആരെ സംസാരിക്കണമെന്ന് അറിയില്ല. നേരെ മറിച്ച് ആരെങ്കിലും ബഹളം ഉണ്ടാക്കുകയാണെങ്കിൽ അയാളുടെ നേരെ വയ്ക്കും ക്യാമറ. ഇനി അഥവാ ക്യാമറ വയ്ക്കുകയാണെങ്കിൽ തന്നെ ചിലപ്പോൾ മെയ്ക്ക് ഓഫ് ചെയ്യും. ഇനി മെയ്ക്കും ഉണ്ടെങ്കിൽ തന്നെ സൂം ചെയ്യും, വലുതാക്കി ദൂരെ നിന്നാക്കും, അടുത്തേക്കല്ല അകലേക്ക് മാറ്റിക്കൊണ്ടുപോകും. എന്ന് പറഞ്ഞാൽ
പ്രതിപക്ഷത്തിന്റെ സാന്നിധ്യം പാർലമെന്റിൽ ഉണ്ട് എന്ന് പറയുന്നതും ഇവർക്ക് നാണക്കേടാണ്. അതാണ് പ്രശ്നം. പ്രതിപക്ഷമായി പാർലമെന്റിൽ കാണാൻ നാളെ ഇവരും കുറെ കാലം പ്രതിപക്ഷത്തിരുന്നവരാ. അന്ന് ഇവരൊക്കെ എന്തൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇനി നാളെ ഇവർക്ക് പ്രതിപക്ഷം വരില്ല എന്ന് പറയാൻ പറ്റില്ല. ജനാധിപത്യത്തിൽ അങ്ങനെയാണല്ലോ. ഞങ്ങളല്ലാതെ മറ്റാരുണ്ടെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. വേറെ ആൾ വരാം. അങ്ങനെ വരുമ്പോൾ പ്രതിപക്ഷത്തിൽ ഇവർ എന്താണ് പ്രതീക്ഷിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ഒരു ചോദ്യത്തിന് മറുപടി പറയാൻ കൃത്യമായി നമ്മുടെ ഭരണാധികാരികൾക്ക് ഏറ്റവും വേണ്ട ഒരു ഗുണം അതാണ്. ഇപ്പൊ മൻമോഹൻ സിംഗും മോഡിയും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ നോക്കിയാൽ, മൻമോഹൻ സിംഗ് എത്ര പത്രസമ്മേളനം നടത്തി, എത്ര പത്രക്കാരോട് എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട്, നേരിട്ട് ലേഖകരെ മുഴുവൻ വിളിച്ചിട്ടുണ്ട്. 12 വർഷമായിട്ടൊരു പത്രസമ്മേളനം നടത്താത്ത പ്രധാനമന്ത്രിയാണ്. എന്തുകൊണ്ടാ? അപ്പൊ മാധ്യമങ്ങൾ, പാർലമെന്റ്, ഇതൊക്കെ ജനാധിപത്യത്തിന്റെ ചില തൂണുകളാണ്. അവിടെയില്ല. കോടതി പോലും ഇതിൽ ഇടപെട്ടിട്ടും അതിന് മറുപടി പറയാൻ വയ്യാതെ വരുന്ന ഒരു ഘട്ടത്തിൽ ഇവർ ഡിഫെൻസീവിലായി എന്നുള്ളത് തന്നെയാണ് എൻ്റെ അർത്ഥം. അപ്പോൾ രാഹുൽ ഗാന്ധി അറ്റാക്ക് കൂടും, പ്രതിപക്ഷത്തിന്റെ അറ്റാക്ക് കൂടും. അങ്ങനെ കൂടുമ്പോൾ ഇവർക്ക് എന്തെങ്കിലും ഒന്ന് മറുപടി പറയേണ്ടി വരും. ഇനി കുറേ കാലം കഴിഞ്ഞിട്ട് എന്നിട്ട് അമിത്ഷാ എന്തെങ്കിലും ഒരു ബ്ലാ പറയും. അതുപോരല്ലോ. ചോദിക്കുമ്പോൾ ചോദ്യത്തിന് മറുപടി കിട്ടണം. കാരണം രാജ്യത്ത് സജീവമായി നിൽക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ചായി ചോദിക്കണേ, അല്ലാതെയല്ല. മാത്രമല്ല, കേസ് എടുക്കില്ല എന്ന് പറഞ്ഞു പിന്നെയും ഓരോ ആളുകളെ പോയി ആക്രമിക്കുക, അല്ലെങ്കിൽ പോലീസ് പിന്നാലെ അടക്കുക. പൈഷി ഘോഷിന്റെ ഒരു ഉദാഹരണം നമ്മൾ പറഞ്ഞതാണ്. മറ്റേ നിരവധി ഇടങ്ങളിൽ ഇതുപോലെ ചെയ്യുന്നുണ്ട്. ഇവരെ മാറ്റണം എന്ന് പറഞ്ഞാൽ അതിന് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും തയ്യാറായില്ലെങ്കിൽ, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഘമുണ്ടെങ്കിൽ അവരെ പിന്നെ ഭക്തസംഘം എന്നല്ലാണ്ട് എന്താ വിളിക്കുക? ഭക്തസംഘം എന്നേ വിളിക്കാൻ പറ്റൂ. കാരണം പാർലമെന്റ് മെമ്പർമാരല്ല. അവർക്ക് പുറത്തതൊക്കെ ചെയ്യാം, ഞാൻ സമ്മതിച്ചു. പക്ഷെ ശമ്പളം വാങ്ങി പാർലമെന്റ് മെമ്പർ എന്നുള്ള പദവി ഉപയോഗിച്ച് ഡൽഹി ക്വാർട്ടേഴ്സിൽ താമസിച്ച് അത് നാട്ടുകാരുടെ ചെലവിൽ ജീവിച്ച് പാർലമെന്റിൽ വരുമ്പോൾ ഒരു മറുപടി അതിന് പറയാൻ അവർ ബാധ്യസ്ഥരാണ്. അത് പറയാതിരുന്നാൽ അത് തെറ്റാണെന്ന് പറഞ്ഞാൽ അത് മാപ്പ് പറയാൻ പറ്റില്ല. അത് മാത്രമല്ല, അത് ന്യായീകരിക്കുന്ന ആളുകളെ അന്ധർ എന്ന് തന്നെ വിളിക്കാൻ പറ്റും.